ഇനി പറയാൻ പോണത് കുറച്ചൊരു കെട്ടുകുടുങ്ങിയ ഭാഗമാണ്. വഹ്തസുർ റംല് നടത്ത മുഖ്തസാകും ബി തവാഫിൻ, ഒരു തവാഫിനോട്. അപ്പോൾ ഏത് തവാഫിലാണ് റംല് നടക്കേണ്ടത്? യഖ്ബുഹു സഇയുൻ, സഇ അഖബിൽ വരുന്ന തവാഫിലാണ് റംല് ഉള്ളത്. ഫീ ഖൗലിൻ, ഒരു കൗലിലുണ്ട്, ബി തവാഫിൽ ഖുദൂം, ഖുദൂമിൻ്റെ തവാഫിനോടാണ് മുഖ്തസാകുക എന്നുണ്ട്. അപ്പോൾ രണ്ട് കൗല് കിട്ടിപ്പോൾ. لأنما رمل فيه النبي صلى الله عليه وسلم كان للقدوم, തവാഫിൻ്റെ ഖുദൂമിനായിരുന്നു അവിടുന്ന് റംല് നടത്തിയത്. അഖിബഹു, അഖിബിൽ എന്നിട്ട് അതിൻ്റെ ശേഷം സഇയും നടത്തി. അപ്പോൾ ഫഅലൽ ഖൗലൈൻ, ഏത് കൗല് പ്രകാരം? സഇ അഖിബിൽ വരുന്ന തവാഫാണ് എന്നുള്ളതും ഖുദൂമിൻ്റെ തവാഫാണ് എന്നുള്ള രണ്ട് കൗല് പ്രകാരം ലാ യർമുൽ ബി തവാഫിൽ വദാഇ, വദാഇൻ്റെ തവാഫിൽ റംല് നടത്തരുത്. കാരണം അതിൽ ശേഷം സഇയുമില്ല, തവാഫിൻ്റെ ഖുദൂമിൻ്റെ തവാഫും അല്ല. അപ്പോൾ വദാഇൻ്റെ തവാഫിൽ ചെയ്യരുത് എന്നാണ്. വയർമുൽ മൻ ഖദിമ മക്കത്തെ മുഅ്തമിറൻ, ഉംറ ചെയ്യുന്നവനായിട്ട് മക്കയിൽ വന്നവൻ റംല് നടത്തണം. ജിസായ തവാഫിയനിൽ ഖുദൂം, അത് ഖുദൂമിൻ്റെ തവാഫിനെ തൊട്ടത് മതി. അപ്പോൾ അത് ഖുദൂമിൻ്റെ തവാഫിൻ്റെ സ്ഥാനത്ത് പെടും. വക്കാന മല്ലം യദ്ഖുലുഹാ ഹാജൻ, അല്ലെ വക്കാന മൻ ഒരുത്തൻ ലം യദ്ഖുലുഹാ ഹാജൻ, അവന് ഹജ്ജ് ചെയ്യുന്നവനായിട്ട് പ്രവേശിച്ചിട്ടില്ല. ഇല്ലാ ബാദിൽ വഖൂഫി, വഖൂഫിൻ്റെ ശേഷമല്ലാതെ അവനക്ക് ഹജ്ജിൻ്റെ ഉദ്ദേശമില്ല. അപ്പോൾ നോക്കണം, ഫൈൻ ദഖലഹാ ഖബലഹു, വഖൂഫിൻ്റെ മുമ്പെയാണോ പ്രവേശിച്ചതെങ്കിൽ വലം യുരിദി സഇയ, സഇ ഉദ്ദേശമില്ലെങ്കിൽ, അഖിബ തവാഫി, തൻ്റെ തവാഫിന് ശേഷം എന്തുദ്ദേശമുള്ള സഇയുമില്ലെങ്കിൽ, റമല ഫീഹി അല സാനി, സാനി പ്രകാരം മോൻ എന്ത് ചെയ്യണം? പിന്നെ സാനിയായ കൗല് പ്രകാരം മോനക്ക് എന്ത് ചെയ്യുക? തവാഫ് ചെയ്യാം. അതേതാണ് സാനിയ കൗല്? അപ്പോൾ അത് ഖുദൂമിൻ്റെ തവാഫായി. ദൂനൽ അവലി, അവല് പ്രകാരം പറ്റില്ല. അവലിൻ്റെ അഭിപ്രായം എന്താ? ശേഷം സഇ ഉള്ളവിടുത്തെ എന്ത് പറ്റുള്ളൂ? പിന്നെ ശേഷം സഇ ഉള്ള തവാഫിലെ ഖുദൂമ് റംല് മുഖ്തസാകുള്ളൂ എന്ന് ആ അവല് പ്രകാരം ഇവിടെ പോലും ചെയ്യാൻ പറ്റില്ല. ഖുദൂമിൻ്റെ തവാഫാണ് എന്ന ആ സാനിയ കൗല് പ്രകാരം ഇവനക്ക് എന്തു ചെയ്യാം? റംല് ചെയ്യാം. അപ്പോൾ വമൻ അറാദ സഇയ, വല്ലവൻ സഇ ഉദ്ദേശിച്ചു, അഖിബ തവാഫിഹി ലിൽ ഖുദൂമി, ഖുദൂമിൻ്റെ തവാഫിൻ്റെ തൊട്ടുടനെ സഇ ഉദ്ദേശിച്ചാൽ, റമല ഫീഹി ലിൽ ഖൗലൈൻ, രണ്ട് കൗല് പ്രകാരം അവനക്ക് അവിടെ എന്ത് നടത്താം? റംല് നടത്താം. അപ്പോൾ ഇതാ റമല ഫീഹി, റംല് നടത്തി, വസഅ അഖിബഹു, അതിൻ്റെ അഖിബിൽ സഇയും നടത്തി, ലാ റമല ഫീ തവാഫിൽ ഇഫാദത്തി, ഇഫാദത്തിൻ്റെ തവാഫിൽ റംല് നടത്തരുത്. ഇല്ലം യുരിദ് സഇ അഖിബ, അതിന് ശേഷം സഇ ഉദ്ദേശമില്ലെങ്കിൽ, വഖദ അപ്രകാരമാണ്, ഇൻ അറാദഹു ഫിൽ അദ്ഹരി, അതിൽ സഇ ഉദ്ദേശിച്ചാലും റംലില്ല എന്നുള്ളതാണ് അദ്ഹർ പ്രകാരം. കാരണം എന്താ? അന്നഹു ഗൈറു മത്ലൂബിൻ മിൻഹു, ഇവിടുന്ന് ഇഫാദത്തിൻ്റെ തവാഫിൽ അത് അവനോട് എന്താവുന്നില്ല? മത്ലൂബ് ആവുന്നില്ല. ഇനി ഇപ്പോൾ ഖൗലുൽ മുസന്നിഫ് പറഞ്ഞല്ലോ, പിന്നെ യഖ്ബുഹു സഇയുൻ എന്ന് പറഞ്ഞില്ലേ, ഐ മത്ലൂബുൻ ആ മഹ്സൂബുൻ, മത്ലൂബായ സുന്നത്ത് നിലക്ക് തൊലബ് ചെയ്യപ്പെടുന്ന സഇയോ അതല്ല മഹ്സൂബ്, അവൻ ചെയ്താൽ അതെന്ത് ചെയ്യും? അവനത് മഹ്സൂബാണ്, അവനക്ക് കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഇയാവുക എന്നതാണ് ഉദ്ദേശം. അപ്പോൾ ഇതാ തോഫലിൽ ഖുദൂമി, ഖുദൂമിന് വേണ്ടി തവാഫ് ചെയ്താൽ, വസഅ അഖിബഹു, അതിന് അഖിബിൽ സഇയും നടത്തിയാൽ, വലം യർമുൽ ഫീ, റംല് നടത്താൻ പാടില്ല. ലാ യഖ്ലിഹി ഫി തവാഫിൽ ഇഫാദത്തി, വലം യർമുൽ ഫീ, റംല് നടത്തിയില്ലെങ്കിൽ, ലാ യഖ്ലിഹി ഫി തവാഫിൽ ഇഫാദ, ഇഫാദത്തിൻ്റെ തവാഫിൽ അവനെ ഖളാ വിട്ടാൻ പറ്റൂല. പിന്നെ അസ്വഹായിപ്രായം അനുസരിച്ച് വക്കീലയുണ്ട്, അൽ അദ്ഹറു വലോ തോഫ വറമല വലം യസ്അ, തവാഫ് ചെയ്തു, റംല് ചെയ്തു, സഇ ചെയ്തിട്ടില്ലെങ്കിൽ, റമല ഫീ തവാഫിൽ ഇഫാദത്തി, ഇഫാദത്തിൻ്റെ തവാഫിൽ റംല് നടത്തണമെന്നുണ്ട്. ബഖായി സഇ അലൈഹി, അവൻ്റെ മേലെ എന്തുണ്ട്? ബാക്കിയുണ്ട്, ഒരു സഇ ബാക്കിയുണ്ട്. അപ്പോൾ സഇ എപ്പോഴാണ് സാധാരണ ഈ അഭിപ്രായ പ്രകാരമൊക്കെ സഇ കടന്നു വരുന്നത്? റംലിൻ്റെ ശേഷമാണ്. അപ്പോൾ അതുപ്രകാരം എന്നവിടെ തേയിലയുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സാഹചര്യങ്ങൾക്ക് പോലെ എന്താക്കാം? അത് ചെയ്യാം. അപ്പോൾ ആ കെട്ടിക്കുടുങ്ങിയ മസല അവിടെ തൽക്കാലം നിൽക്കുകയാണ്. അതിൽ മുഅ്തമദായ വിധം ഇതന്നെ, ആ ഒന്നാം കൗല് അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ അവിടെ വരുന്നില്ല. ഇനി രണ്ടാം കൗലും പിടിച്ചാലും പ്രശ്നമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ മുഅ്തമിറായിട്ട് വരുമ്പോഴും ഹാജിയായിട്ട് വരുമ്പോഴും ഒക്കെ ഓരോ സമയത്ത് ഓരോ സംഗതി കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ
പിന്നെന്താവില്ല അതിൻ്റെ പരിഹാരക്രിയകൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുകയിൽ അള്ളാഹു തആല അതൊക്കെ അതിൻ്റെ ഹക്ക് പ്രകാരം ചെയ്യാൻ നമുക്ക് തുണ നൽകട്ടെ. അടുത്തത് വലിയ കുൽഫിഹി ഫി റംലി നടത്തത്തിൽ അവൻ പറയട്ടെ, അല്ലാഹുമ്മ ജഅൽഹു ഹജ്ജൻ മബ്റൂറാ, അള്ളാഹുവെ ഹജ്ജ് മബ്റൂറാക്കി ഇതിനെ മാറ്റി, വദംബൻ മഗ്ഫൂറ, പൊറുക്കപ്പെടുന്ന ദോഷവും, വസഇയം മഷ്കൂറാ, കൂലി കിട്ടുന്ന സഅയുമാക്ക്. ഖാല റാഫിഉ റുവിയ ദാലിക അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഖൗലുഹു ജഅൽഹു ഐ മാ അന ഫീഹി, ഞാനുള്ള ഒന്നിനാക്ക് റബ്ബേ, മിനൽ അമലിൽ മസ്ഹൂബി ബിദംബി, ദോഷം കടന്നുകൂടിയ എൻ്റെ അമലുണ്ടല്ലോ. ഖാല ഫി തൻബീഹി വയഖൂൽ ഫിൽ അർബഅ, നാലാമത്തതിൽ പറയണം, റബ്ബി ഗ്ഫിർ വർഹം വതജാവസ് അമ്മാ തഅലമു, നീ അറിയുന്നതിനെ തൊട്ട് നീ തജാവുസ് നടത്ത് റബ്ബേ, ഇന്നക അൻതൽ അഅസ്സുൽ അക്രം, നീ അഅസ്സും അക്രമുമാണ് റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അങ്ങനെയും അവിടെ ദുആ വിശാലമാക്കാം. ഇനി അടുത്തത് ഇൽത്തിബാഇൻ്റെ മസ്അല. വഅൻ യൽതബിഅ ഫി ജമീഇ കുല്ലി തവാഫിൻ, എല്ലാ തവാഫിലും ഇൽത്തിബാ ചെയ്യണം. ഇൽത്തിബാ എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നുണ്ട് യർമുലു ഫിഹി, റംലി നടത്തുന്ന എല്ലാ തവാഫിലും, അക്കദാ ഫി സഇ അല സ്വഹീഹ്, സഇയിലും സ്വഹീഹ് ഉള്ള അഭിപ്രായം അനുസരിച്ച്. വവജഅലു വസ്തിരിദാഹി, അവൻ്റെ തട്ടത്തിൻ്റെ മധ്യമാക്കലാണ്, തഹ്ത മങ്കിബിഹി, അവൻ്റെ ചുമലിൻ്റെ നേരെ, അലൈമനി, വലത്തെ ചുമലിൻ്റെ നേരെ, വതുർഫൈഹി, അതിൻ്റെ രണ്ട് അഗ്രത്തെയുമാക്കും, അലാ മങ്കിബിഹി, അവൻ്റെ രണ്ട് ചുമലിൻ്റെ ഭാഗത്തേക്കാക്കുക, അലൈസരി, ഇടത്തെ ചുമലിൻ്റെ മേൽ. അപ്പോൾ ഇടത്തെ ചുമലിൻ്റെ മേൽ രണ്ടറ്റവും വലത്തെ ചുമലിൻ്റെ മേൽ അതിൻ്റെ മധ്യവും ഇട്ടാക്കലാണ്. അഹ്ലുശത്വാറ, ആ വിഭാഗങ്ങളുടെ ഓരുടെ പതിവ് അങ്ങനെയാണുള്ളത്. മഖൂദും മിനൽ ലബഇൽ നിന്ന് എടുക്കപ്പെട്ടതാണ് ഇൽത്തിബാ ബിസുക്കൂനിൽ മുവഹദ, ഒറ്റപ്പുള്ളിയുള്ള ബ എനിക്ക് സുക്കൂനുൻ, വഹുവ അൽ അളുദു, അളുദ് കാരണം നമ്മൾ തോള് എന്ന് പറയുമല്ലോ. റവാ അബൂ ദാവൂദ് അൻ ഇബ്നി അബ്ബാസിൻ ബിസ്നാദിൻ സഹീഹിൻ കമാ ഖാലഹു ഫി ശറഹുൽ മുഹദ്ദബ് അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അവിടുന്നും വസ്ഹാബഹു ഇഅ്തമറു മിനൽ ജിറാനിൽ നിന്ന് ഉംറ ചെയ്തു, ഫറമലു ബിൽ ബൈത്തിൽ റംലി നടത്തി, വജഅലു വറദിയത്തുഹും തഹ്ത അബാത്തിഹിം, അവരുടെ ഇബത്തുകൾ കക്ഷത്തിനു താഴെ അവരുടെ രിദാഅുകളെ എന്താക്കി അവർ വെച്ചു. സുമ്മ ഖദഫൂഹ അലാ മാതിഖിഹിം അൽ-യുസ്റ, പിന്നെ അവരുടെ ഇടത്തെ ആത്തിഖ, പെരടിയുടെ മേലെ അതിനവരെന്ത് ചെയ്തു, ഇങ്ങനെ തട്ടിയിട്ടു. അപ്പോൾ ഓരോ ഇതിലും അങ്ങനെ മാറ്റിയിടുക എന്നുള്ളത് ഒരു സുന്നത്താണ്. വഖീസ സഅയു, സഈനെ ഖിയാസാക്കപ്പെട്ടു എന്തിൻ്റെ മേൽ, അല തവാഫി, തവാഫിൻ്റെ മേൽ, ബിജാമിഇ, എന്താണ് അതിനെ ഖിയാസാക്കാനുള്ള ജാമി, ഒരു സാധനം ഖിയാസാക്കുമ്പോൾ അതിൻ്റെ ഒരു പൊതു ഘടകം ഉണ്ടാവില്ല, അതിൻ്റെ ജാമി എന്താ, ഖത്ഉഇ മസാഫത്തിൻ മഅ്മൂരിൻ ബിതകറുരിഹാ സബ്അ, ഖത്ഉഇ മസാഫത്തിൻ മഅ്മൂറായ ഒരു ദൂരത്തെ മുറിച്ച് കടന്നിട്ടുണ്ട്, ബിതകറുരിഹാ സബ്അ, 7 തവണ ആവർത്തിക്കൽ കൊണ്ട്. അപ്പോൾ സഇയും തവാഫും ഒരുപോലെ ഖിയാസായി. മുഖാബിലുഹു യഖിഫു മഅൽ വാരിദി, ഇതിൻ്റെ മുഖാബല യഖിഫു മഅൽ വാരിദി, ഈ ഖിയാസാക്കണ്ട എന്ന് പറഞ്ഞാൽ വാരിദായോടത്ത് നിൽക്കും, വാരിദ്